നമസ്കാരം. സിനിമാ നോട്ടത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയുടെ 2026 പ്രകടനം എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആ ഒരു 6 മാസം കഴിഞ്ഞു. ഈ ഒരു 6 മാസത്തിൽ ഇറങ്ങിയ നല്ല മലയാള സിനിമകൾ ഏതൊക്കെ? നല്ലതാവാതെ പോയ എന്നാൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന സിനിമകൾ ഏതൊക്കെ? ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് സിനിമാ നോട്ടത്തിന്റെ ഈ ലക്കത്തിൽ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നല്ല സിനിമകളും കുറച്ച് ശരാശരി സിനിമകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ശരാശരി എന്ന് പറയുന്ന സമയത്ത് നല്ലതാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും നല്ലതാവാതെ പോയ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു ആവറേജ് നിലവാരത്തിലായി പോയ കുറച്ച് സിനിമകളും മികച്ചത് എന്ന് തന്നെ പറയാവുന്ന മറ്റു കുറച്ച് സിനിമകളും, ഈ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിത്രങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ആദ്യ ചിത്രം വാഴ 2 ബയോപിക്സ് ഓഫ് എ ബില്യൺ ക്രോസ് എന്ന ചിത്രമാണ്. നമുക്കറിയാം, 4 സുഹൃത്തുക്കൾ അവരുടെ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥകൾ വളരെ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു ജീവിതം വരച്ചു കാട്ടിയത് നമുക്കറിയാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഹാഷിർ ടീമാണ്. വളരെ മികച്ചൊരു വിജയം കാഴ്ചവെച്ച ചിത്രമാണ്. അതിലെ തമാശകൾ എടുത്താലും അതിന്റെ വൈകാരിക മുഹൂർത്തങ്ങൾ എടുത്താലും വളരെ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യുന്ന സിനിമ യുവാക്കൾക്കിടയിൽ വലിയൊരു തരംഗമായി മാറി. അതെ, ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയ ഒരു ചിത്രമായിരുന്നു. അതെ അതെ, അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം നല്ല രീതിയിൽ സംവിധായകൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതെ. അടുത്ത ചിത്രം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം. ഒരു ഹൊറർ കോമഡി ആയിട്ടാണ് ഇറങ്ങിയത്. തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിലൊന്നും അത്രയധികം ആ ചിത്രത്തെക്കുറിച്ച് ആരും കേട്ടിരുന്നില്ല. പക്ഷെ പിന്നീട് മൗത്ത് പബ്ലിസിറ്റി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഒരു ചിത്രമാണ്. അതിന്റെ ജോണറിനോട് നീതി പുലർത്തി എന്നുള്ളതാണ് പ്രകമ്പനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഹൊറർ കോമഡി എന്നുള്ള നിലയ്ക്ക് എന്താണോ അവർ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായി കാണികളോട് സംവേദനം ചെയ്യാനായിട്ട് സാധിച്ചു. അതിന്റെ ഹൊറർ പാർട്ടും അതിന്റെ കോമിക് പാർട്ടും വളരെ രസകരമായിരുന്നു. മല്ലിക സുകുമാരന്റെ അതിഗംഭീര പ്രകടനം ചിത്രത്തിലുണ്ട്. കോമഡി സീനുകളാണെങ്കിലും അതേപോലെ ചിത്രത്തിന്റെ എഴുത്ത്, പിന്നെ ചെറിയ കഥാപാത്രങ്ങൾ പോലും ആ ചിത്രത്തിൽ നടത്തിയ പ്രകടനം, അതൊക്കെ കൊണ്ട് തന്നെ പ്രകമ്പനം 2026 ആദ്യം ഇറങ്ങിയ ചിത്രങ്ങളിൽ മികച്ച ഒരു ചിത്രമായി മാറുന്നുണ്ട്. അടുത്ത ചിത്രം ഭരതനാട്യം 2 മോഹിനിയാട്ടം. നമുക്കറിയാം, ഭരതനാട്യം തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രമാണ്. പക്ഷെ മോഹിനിയാട്ടം വളരെ മികച്ച രീതിയിൽ ആവിഷ്കരിച്ച ഒരു ചിത്രമാണ്. 2026 ആദ്യ പകുതിയിൽ വിജയിച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മോഹിനിയാട്ടമുണ്ട്. അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കൊലപാതകവും അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കുടുംബവും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വളരെ ഒരു ഡാർക്ക് കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു വിജയം കാരണം എന്ന് പറയുന്നത് ആ കഥാപാത്രങ്ങളും അവരുടെ പ്രകടനം തന്നെയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ വാഴയുടെ കാര്യം പറഞ്ഞു, പ്രകമ്പനത്തിന്റെ കാര്യം പറഞ്ഞു, ഭരതനാട്യം എടുക്കുകയാണെങ്കിൽ ഇതിലൊന്നും വലിയ താരനിരയൊന്നുമില്ല. പക്ഷെ ആ കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വിജയിച്ചത്, അല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ എടുത്ത 3 ചിത്രത്തിലും സൂപ്പർ താരങ്ങളില്ല, എസ്റ്റാബ്ലിഷ്ഡ് ആയ ആക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ കണ്ടന്റിന്റെ ക്വാളിറ്റിയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള സംവിധായകരും ഈ 3 ചിത്രത്തിന്റെ പിന്നിലും അങ്ങനെയുള്ള തലച്ചോറുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത ചിത്രം തിയേറ്ററിൽ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്ന ചിത്രമല്ല. അതാദ്യം പ്രദർശിപ്പിച്ചത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നായിട്ടുള്ള IFFKയിലാണ്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും വളരെ പ്രത്യേകതയുള്ള ചിത്രമാണ്. ഒരു തനി നാടൻ ചിത്രമാണ്. പാലക്കാടിന്റെയൊക്കെ ഭൂമിക മനോഹരമായി ഉപയോഗിച്ച പാലക്കാടിന്റെ ഭാഷ, അവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിതം, ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളെ വളരെ രസകരമായി സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു ചിത്രമായിരുന്നു പെണ്ണും പൊറാട്ടും. അത് തിയേറ്ററിൽ വേണ്ടത്ര വിജയിക്കാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമുക്കറിയാം ഇത്തരം ചിത്രങ്ങൾ ഒരു തിയേറ്റർ ഓടുക എന്നുള്ളൊരു ഭാഗ്യം കൂടിയാണ്. പക്ഷെ ചലച്ചിത്രോത്സവത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. അടുത്ത ചിത്രം ബാലൻ ദ ബോയ് ആണ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ബാലൻ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്ന് ഒരുപാട് ആളുകൾ കാണുകയും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എല്ലാം കിട്ടിയ സിനിമയാണ് ബാലൻ. അത് ഈ 2026 വിജയ ചിത്രങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്.
കുട്ടിക്കാലത്തെ ഒരു ട്രോമയും അതിന്റെ അതിജീവനത്തിനായിട്ടുള്ള അമ്മ-മകൻ പോരാട്ടം വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയം ആണ് സിനിമ ചർച്ച ചെയ്തത്. ഇതിന്റെ പ്രത്യേകത ആയിട്ട് തോന്നുന്നത് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മേക്കിംഗ്, അഭിനേതാക്കളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഗംഭീര പ്രകടനം, കണ്ടന്റ് ആണ് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞത് ഇതിന്റെ കാസ്റ്റിങ്ങും ഇതിലെ അഭിനേതാക്കളുടെ അതിഗംഭീര പ്രകടനവുമാണ്. സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെ ആ ഒരു അമ്മയുടെ മകന്റെ കണ്ണുകളാണ് എന്നൊക്കെ നമ്മളന്ന് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു നല്ല ചിത്രമായി നമ്മൾ പറയുന്നത് സംഭവം അധ്യായം 1 ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ്. ഈ ചിത്രം സാധാരണ മലയാളത്തിൽ കാണുന്ന പോലത്തെ ഒരു ചിത്രമല്ല. ഒരു ടൈം ലൂപ്പിന്റെ തീം ആണ് ചിത്രം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാട്ടിൽ പെട്ടുപോകുന്ന കുറച്ച് മനുഷ്യരും പിന്നെ നടക്കുന്ന രസകരമായ ചില സംഭവങ്ങളൊക്കെയാണ് ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ മിസ്റ്റീരിയസ് ആയ ഒരു ചിത്രമാണ്. ഒരുപാട് നിഗൂഢതകളുണ്ട്. പിന്നെ പ്രേക്ഷകരുടെ പൂർണ്ണമായ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ചിത്രം കൂടിയാണ്. നല്ല സംവിധാനമാണ്. ഇതിലൊരു ചെറിയ പാളിച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പലരും പറഞ്ഞിരുന്നത് ഇതിലെ നായക കഥാപാത്രത്തിന്റെ അഭിനയം വേണ്ടത്ര നിലവാരത്തിലേക്ക് വന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ചിത്രത്തിന്റെ എഴുത്തും ആ ചിത്രം ഉണ്ടാക്കുന്ന ഒരു നിഗൂഢതയുടെ പരിസരം എല്ലാം കൂടി ചേർന്ന് നമുക്കത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. സംഭവം അധ്യായം 1 അത്യാവശ്യം കേരളത്തിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ്. ഒരു മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അടുത്ത ചിത്രം കൃഷാന്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മസ്തിഷ്ക മരണം എന്ന ചിത്രമാണ്. വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കറാണ് കൃഷാന്ത്. കൃഷാന്തിന്റെ മുൻകാല ചിത്രങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം ആ തരത്തിൽ ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ, മസ്തിഷ്ക മരണത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മുൻപ് കാണാത്ത തരത്തിൽ ഈ ഗെയിമിങ്ങിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു ഗെയിമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഫ്യൂച്ചർ, ഒരു ഡിസ്റ്റോപ്പിയൻ കാലം. ആ കാലത്ത് ഇത്തരത്തിൽ മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളൊക്കെ നമുക്ക് ഒരു ഗെയിമിന്റെ രൂപത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ആ ജീവിതത്തിലെ സംഭവങ്ങൾ മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു തിരക്കഥയാണ്. നല്ല എഫേർട്ട് അതിന് പിന്നിലുണ്ട്. മലയാളിക്ക് അഭിമാനത്തോടെ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞ് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് മസ്തിഷ്ക മരണം. അത് വേണ്ടത്ര തിയേറ്ററിക്കൽ സക്സസ് ആയില്ലാന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴൊരു മികച്ച ചിത്രമായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. രജിഷ വിജയന്റെ മികച്ച പ്രകടനം ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. വളരെ രസകരമായ പാട്ടുകളൊക്കെ ഉണ്ട് ചിത്രത്തിൽ. അടുത്ത നല്ല ചിത്രം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത നെസ്ലിൻ അഭിനയിച്ച മോളിവുഡ് ടൈംസ് എന്ന ചിത്രമാണ്. മോളിവുഡ് ടൈംസ് നെസ്ലിന്റെ കരിയറിൽ തന്നെ മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ്. വളരെ അനായാസമായി നെസ്ലിൻ തന്റെ റോള് ചെയ്തിട്ടുണ്ട്. മുൻപ് വന്ന നെസ്ലിന്റെ കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ് ഇതിലെ. അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു നസ്ലിൻ ചിത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മലയാള സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന സംഭവങ്ങൾ, സിനിമയ്ക്കുള്ളിലെ പലതരത്തിലുള്ള കളികൾ, അതിനുള്ളിലെ പൊളിറ്റിക്സ്, അതൊക്കെ ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ സ്വഭാവത്തിൽ പറയുന്ന ഒരു ചിത്രമാണ്. ചില ആളുകളെങ്കിലും പറഞ്ഞിരുന്നു അഭിനവ് സുന്ദർ നായിക്കിന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് കൃത്യമല്ല, എന്നാൽ പോലും അങ്ങനെയും ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അടുത്തത് ഒരു ശരാശരി നിലവാരത്തിൽ നിന്ന മികച്ചതാവാമായിരുന്നു എന്നാലും മികച്ചതാവാതെ പോയ കുറച്ച് ചിത്രങ്ങളാണ്. ആദ്യ ചിത്രം ചത്ത പച്ച, അദ്വൈത് നായരുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രമാണ്. ഒരു വെറൈറ്റി പ്രൊമൈസ് ആയിരുന്നു. കൊച്ചിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ റെസ്ലിംഗിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് ചെറുപ്പക്കാരും അവരുടെ കഥയും അവരുടെ പാസ്റ്റും ഒക്കെ ആയിട്ട് വളരെ രസകരമായി പോയ കഥയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് എവിടെയോ ചിത്രം അതിന്റെ എഴുത്ത് കൈവിട്ടു പോയതായിട്ടാണ് കാണികൾക്ക് അനുഭവപ്പെട്ടത്. ചിത്രത്തെ കുറച്ച് പിന്നോട്ട് വലിക്കുന്നു അത് തന്നെയാണ്. മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ ഉണ്ട്, പക്ഷെ ആ ക്യാമിയോയും ചിത്രത്തെ സേവ് ചെയ്യുന്നില്ല. അതൊരു പക്ഷെ ഒരു നെഗറ്റീവായിട്ടാണ് അവസാനം ഭവിച്ചത്. ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു ക്യാമിയോ ആയിട്ട് മാറുന്നുണ്ട്. ചത്തപച്ച മികച്ച ചിത്രമാവാനുള്ള എല്ലാ സാധ്യതകളും പൊട്ടൻഷ്യലും ഉണ്ടായിരുന്ന ഒരു ചിത്രമാണെങ്കിലും ഏതോ ഒരു പോയിന്റിൽ ചിത്രം ഒരു ശരാശരിയിലും ഒതുങ്ങുമായിരുന്നു. ശരാശരി നിലവാരം പുലർത്തിയ മറ്റൊരു ചിത്രം ദൃശ്യം 3 ആണ്. ഒരുപാട് പ്രതീക്ഷകളോടെ മലയാളി കാത്തിരുന്ന ചിത്രമായിരുന്നു ദൃശ്യം 3. പക്ഷെ ഈ ജോർജ് കുട്ടിന്റെയും കുടുംബത്തിന്റെയും പുതിയ കഥ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് വരികയും വലിയൊരു മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ചിത്രം മാറുകയും ചെയ്തു. പക്ഷെ സിനിമ ഒരു ശരാശരി നിലവാരം മാത്രം പുലർത്തി എന്നാണ്
തോന്നിയത്? കാണികളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എഴുത്തും സംവിധാനമാണ് ദൃശ്യം 3 എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്, ഒരു ദുഃഖകരമായ സത്യമാണ്. അടുത്ത ചിത്രം എബ്രിൻസ്റ്റൈൻ സംവിധാനം ചെയ്ത സ്പായാണ്. സ്പാ മികച്ചതിനും ശരാശരിക്ക് ഇടയിലൊക്കെ വരുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് മികച്ചതാവാതെ പോയത് ചിത്രത്തിന്റെ എൻഡിങ് വല്ലാതെ നിരാശപ്പെടുത്തുകയും ഒരു ലേസി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ചിത്രത്തിന്റെ പ്രിമൈസ് വളരെ രസകരമായിരുന്നു. ഇതൊരു അഡൾട്ട് കോമഡി വിഭാഗത്തിൽ വരുന്ന ചിത്രമാണ്. ഒരു മസാജിങ് സെന്റർ നടക്കുന്ന സ്പായിൽ നടക്കുന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പടമായിരുന്നു. പടം ഒരു എന്റർടൈനിങ് ചിത്രമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ചിത്രത്തിനൊരു ഒരു സോൾ ഇല്ലാതായി പോയി. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ചിത്രമായി ഇത് മാറാതെ പോയത് ഈ രസകരമായ കഥാപാത്രത്തിനപ്പുറത്ത് പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുന്ന എന്തോ ഒന്ന് ആ ചിത്രത്തിൽ ആബ്സെന്റ് ആയിരുന്നു. അതിന്റെ എൻഡിങ്ങിലും ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് അവസാനിപ്പിച്ച പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ചതാവാമായിരുന്ന ഒരു ചിത്രമായിട്ടും ശരാശരിയിൽ ഒതുങ്ങിയ ഒന്നാണ് സ്പാ. അടുത്ത ചിത്രം വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ചിന്ന ചിന്ന ആസെ എന്ന ചിത്രം. ചിത്രത്തിന്റെ പ്രത്യേകത, ചിത്രം മുഴുവനായിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത് വാരണാസിയിലാണ്. വാരണാസിയുടെ മറ്റൊരു ഭംഗി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ സംസ്കാരം, ജീവിത രീതി എല്ലാം ആ സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഒരു മധ്യവയസ്കരായിട്ടുള്ള രണ്ടാളുകൾ കണ്ടുമുട്ടുന്നതും അവരുടെ ഒരു ദിവസത്തെ സംഭാഷണങ്ങളും അവര് വാരണാസി മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതുമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ ആക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഒരു ശരാശരിയിൽ ഒതുങ്ങിപ്പോവാൻ കാരണം കഥ വളരെ സാവധാനം മുന്നോട്ട് പോകുന്ന കഥാഗതിയും അത് പ്രേക്ഷകർക്ക് കണക്ട് ആവാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ചിന്ന ചിന്ന ആസെ എന്നുള്ള ചിത്രം. ആവറേജ് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു സിനിമയായിരുന്നു വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത മധുവിധു. ഷറഫുദ്ദീൻ ഒരു മുഴുനീള കഥാപാത്രമായിട്ട്, നായക കഥാപാത്രമായിട്ട് വരുന്ന ചിത്രമായിരുന്നു. ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി അഭിനയിച്ച ചിത്രമാണ്, അവരുടെ ആദ്യത്തെ ചിത്രമാണ്. മധുവിധു ആദ്യ പകുതിയിലൊക്കെ ഒരുപാട് പ്രോമിസ് നമുക്ക് തരുന്നുണ്ടെങ്കിലും എഴുത്തിലെ അപാകതകൾ കൊണ്ട് ചിത്രം എവിടെയോ പിന്നോട്ട് വലിയുന്ന ഒരവസ്ഥയായിരുന്നു. കുറെ ഭാഗങ്ങളൊട്ട് കൺവിൻസിങ് ആയിരുന്നില്ല. രസകരമായ ചില മൊമെന്റ്സ് ഉണ്ട്. പ്രണയരംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് പ്രേക്ഷകരുടെ മനസ്സിലങ്ങ് കയറി കൊളുത്തുന്ന തരത്തിൽ തിരക്കഥയ്ക്ക് ഉയരാനായിട്ട് സാധിച്ചില്ല. അത് ഒരു നല്ല ചിത്രമാവുന്നതിൽ നിന്ന് ഇതിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. മധുവിധു നമുക്ക് തീർച്ചയായിട്ടും ഒരു ആവറേജ് ചിത്രം എന്നുള്ള നിലയ്ക്ക് കാണാവുന്ന ചിത്രമാണ്. ശരാശരി സിനിമകളുടെ നമ്മുടെ ഈ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്തിട്ടുള്ള അതിരടിയാണ്. ഈ 6 മാസത്തിനിടയിൽ ഏറ്റവും അധികം പ്രൊമോഷനോടുകൂടി വന്ന ഒരു ചിത്രം അതിരടിയായിരുന്നു. അതിലൊരു സ്പെഷ്യൽ പ്രിവ്യൂ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൻ പ്രൊമോഷൻ ആയിരുന്നു. ഒരുപാട് ഇന്റർവ്യൂ നമ്മൾ കണ്ടു. ബേസിലും ടോവിനോയും ഓടി നടന്ന് ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യായിരുന്നു. ചിത്രത്തിന്റെ പ്രൊമൈസ് അഗൈൻ വളരെ നല്ലതായിരുന്നു. അത് ഒരു ത്രൂ ഔട്ട് ഒരു ഫൺ മൂവിക്കുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ, ആ മെയിൽ ഈഗോയുടെ ക്ലാഷ് തന്നെയാണ് ഇവിടെ. അയ്യപ്പനും കൊച്ചി മുതൽ നമ്മൾ കാണുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ കണ്ടു. ഇവിടെ അത് തന്നെയാണ്. ആ ഒരു രണ്ട് ഈഗോ തമ്മിലുള്ള ക്ലാഷ് എന്നുള്ള പ്രൊമൈസ് നന്നായിട്ടൊക്കെ അവതരിപ്പിച്ചെങ്കിലും ഒരു പരിധി കഴിഞ്ഞ ചിത്രം വല്ലാതെ അങ്ങ് ഡൗൺ ആവുന്നതാണ് നമ്മൾ കാണുന്നത്. കോമഡി വല്ലാതെ റെപ്പറ്റേറ്റീവ് ആയി. കോമഡിയിൽ നിന്നത് വളിപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. ഏതൊക്കെയോ മൊമെന്റുകളിൽ ഫീൽ ഗുഡിൽ നിന്നത് ക്രിഞ്ചിലേക്ക് പോയി. അത്തരത്തിൽ നന്നാവാമായിരുന്ന ഒരു ചിത്രം വളരെ ശരാശരിയായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു അതിരടിയുടെ കേസിൽ. ടോവിനോയ്ക്ക് നല്ലൊരു കഥാപാത്രത്തെ കിട്ടി എന്നുള്ളത് മാത്രമാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ടോവിനോ നല്ല രീതിയിൽ ചെയ്തു. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും വന്ന ചില സീക്വൻസുകളും തിയേറ്ററിൽ നല്ലോണം ചിരി വളർത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ബാക്കി വയ്ക്കാത്തൊരു ചിത്രമായിട്ട്, ബേസിലിന്റെ മോശം പ്രകടനങ്ങളിൽ ഒന്നായിട്ടൊക്കെ മാറിയ ഒരു ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, 2026 ആദ്യ പകുതിയിൽ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 2-3 ചിത്രങ്ങളുണ്ടായിരുന്നു. മിഥുൻ മാനുവൽ തോമസിന്റെ ആട് ഫ്രാഞ്ചൈസിയിലെ 3-ാം പടം ആട് 3, മഹേഷ് നാരായണന്റെ പാട്രിയറ്റ്, മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു USP. അതേപോലെ പള്ളിച്ചട്ടമ്പി. ഈ ചിത്രങ്ങൾക്കെല്ലാം വേണ്ടി പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്നിരുന്നു, പ്രതീക്ഷയോടെ ഇരുന്നിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ നമുക്ക് ശരാശരി എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. നമുക്ക് എന്തെങ്കിലും തരത്തിൽ പൊട്ടൻഷ്യൽ കാണിച്ച ചിത്രങ്ങളെ നമ്മൾ ശരാശരി എന്ന് പറയും. പക്ഷേ ഈ ചിത്രങ്ങളെല്ലാം തന്നെ വല്ലാതെ നിരാശപ്പെടുത്തുകയും തിയേറ്ററിൽ തന്നെ അത് വലിയ പരാജയമായിട്ട് മാറുകയും ചെയ്തിരുന്നു. മലയാള സിനിമയുടെ കഴിഞ്ഞ 6 മാസം നോക്കുന്ന സമയത്ത്
ആ, നല്ല സിനിമകളായിട്ടും ശരാശരി സിനിമകളായിട്ടും ഇത്രയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാണുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് തീർച്ചയായിട്ടും കമന്റുകളായിട്ട് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു, പക്ഷെ മിക്കതും ഒരു മിനിമം നിലവാരം പുലർത്താത്ത ചിത്രങ്ങളായിരുന്നു. അപ്പൊ അത് വല്ലാതെ നമ്മളെ നിരാശപ്പെടുത്തിയ ഒരു 6 മാസം കൂടിയാണ്. വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നമുക്ക് നല്ലതെന്നോ അല്ലെങ്കിൽ മിനിമം ഒരു ആവറേജ് എന്നോ പറയാൻ പറ്റുന്നതായിട്ടുള്ളൂ. ഈ ഒരു സെലക്ഷൻ നമ്മൾ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തിയേറ്റർ വിജയം എന്നുള്ളത് നമ്മൾ ഒരു ആസ്പെക്റ്റേ ആക്കിയിട്ടില്ല. അങ്ങനെയല്ലേ? അതൊരു കൺസിഡറേഷൻ അല്ലല്ലോ. അതെ അതെ തീർച്ചയായും. അപ്പോൾ ചിത്രങ്ങളുടെ ക്വാളിറ്റി, അതിന്റെ ഒരു നിലവാരം മാത്രം നോക്കിയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരാനുണ്ട്. നമുക്ക് നല്ല ചിത്രങ്ങൾക്കായി കാത്തിരിക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഒരു ചെറിയ സന്തോഷം കൂടി പങ്കുവയ്ക്കാനുള്ളത്, നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം തുടക്കത്തിൽ തുടങ്ങിയ ചാനലാണ്. അപ്പോൾ 2 മാസം കംപ്ലീറ്റ് ചെയ്തതും 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. കൂടുതൽ ആൾക്കാർ കാണുകയും കൂടുതൽ പേരിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അപേക്ഷ കൂടി വെച്ചുകൊണ്ട് മറ്റൊരു സിനിമയുമായി കാണാം. നന്ദി.